വെൽക്കം ബാക്ക് ടു ഡ്യൂപ്ലിക്കേഷൻ കണ്ടീഷൻസ്. നിങ്ങളപ്പോൾ നമ്മൾ കളിക്കാൻ വേണ്ടി ഒരു 99 നൈറ്റ്സ് എന്ന് കുറച്ചപ്പോൾ നമുക്ക് 99 നൈറ്റ്സ് കളിക്കാം. ലൈക്ക് സബ് നമുക്ക് നേരെ ടാർഗറ്റ് 50 സബ്സ്ക്രൈബേഴ്സൊക്കെ എല്ലാവരും അടിച്ചോ പൊളിച്ചോ. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് തന്നെ. ആദ്യം നമ്മൾ കളിച്ചപ്പോൾ 3 days സർവൈവ് ചെയ്തിട്ടുണ്ടായുള്ളൂ. ഇപ്പോൾ നമ്മൾ 32 days സർവൈവും ചെയ്ത് ക്യാമ്പർ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ പോലെ നമ്മൾ ഒറ്റക്ക കളിക്കാൻ പോണത്. അപ്പോൾ കളി തുടങ്ങും. ഇന്ന് നമ്മൾ നമ്മുടെ 3 ദിവസത്തിനെക്കാട്ടും കൂടുതൽ സർവൈവ് ചെയ്യും. പക്ഷെ എനിക്ക് അതായത് ഞാൻ സർവൈവ് 32 ദിവസമൊക്കെ മൾട്ടിപ്ലെയറിലല്ലാതെ അല്ല സർവൈവ് ചെയ്യണവരുടെ രീതി എന്നാണ് കറക്റ്റായിട്ട് അറിഞ്ഞോളൂ. ഇപ്പം എൻ്റെ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. അപ്പം നാളെ മറ്റേ ബണ്ണി ഫുഡിൻ്റെ ആൾ വരും. അതായത് നമ്മുടെ പെൽറ്റ് റൈഡർ വരും. നമുക്ക് അവൻ്റെ അടുത്ത് കൊടുക്കാനുള്ള ഈ ബണ്ണീസിനെയൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ കൊന്നിട്ട് കിട്ടണമെങ്കിൽ ഉപകാരമായിരിക്കും. നമുക്ക് നാളെ ഗുഡ് സാക്ക് എടുക്കാം. വെയിറ്റ് അപ്പം നൈസായിട്ട് അറ്റാക്ക് ചെയ്ത് ഇത് എങ്ങോട്ടാണ് ഓടാൻ നോക്കണേ. എക്സോടില്ല. പക്ഷേ ആദ്യത്തെ ബണ്ണിയില്ല, ഫുട്ടില്ല, കാലില്ലാത്ത ബണ്ണിയും അത്ഭുതം തന്നെ ഗൈസ്. ഇവിടെ ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടെങ്കിൽ രാത്രിയോട്ട് മീൻ പിടിച്ച് തിന്നായിരുന്നു. പിടിക്കാൻ അവിടെ ഇവരെയൊക്കെ എന്ത് സ്പീഡാണ് ഇവർക്ക്. നമുക്ക് പിന്നെ സ്പ്രിങ് ബട്ടൺ ഉള്ളതുകൊണ്ട് പേടിക്കണ്ടാ. എടാ കൊല്ല്. ഇതിനെ നൈസായിട്ട് അങ്ങോട്ട് കൊല്ലാം നമുക്ക്. ഓക്കെ എടാ ഇതെന്ത് പാടാടെ ഒരു ബണ്ണി ഫുഡ് എടുക്കാൻ വേണ്ടി. ഭയങ്കര പാടാണ് കഴിച്ചു, ഭയങ്കര പാടാണ്. എടാ ഈ അതെന്ത് പറഞ്ഞത്? അത് ഗ്ലിച്ച് വല്ലതായിരുന്നു. എടാ ഇവർക്കൊന്നും ഫുഡില്ലേ? എടാ നീയാണ് ഇവിടെ ഉള്ള ആകെ ഒരെണ്ണമെന്ന് തോന്നുന്നു. ബാക്കിയുള്ള എല്ലാം ചത്താ. ഇനി ഒന്നിനും ഫുഡില്ല. ഓക്കെ വെയിറ്റ് എങ്ങോട്ടാ അടിച്ചാവുന്നില്ല. ബണ്ണി ഫുഡ് കിട്ടി. ഇനി നമുക്ക് അതിന് മേടിക്കണ്ട. ഒരെണ്ണം സ്റ്റോർ ചെയ്ത് ബാക്കിയുള്ള എല്ലാം ഫയറിലേക്ക് ഇട്ട് സ്റ്റോർ ചെയ്ത് നമുക്ക് ഒരു മരം കൂടി വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ല കോള് വല്ലതുപോലെ ഇവിടെ ഉണ്ടെങ്കിൽ അത് ഉപകാരമായിരിക്കും. കോളൊക്കെ ഭയങ്കര മൾട്ടിപ്ലെയർ അടിക്കും. നമ്മൾ കുറച്ച് ക്രാഫ്റ്റിംഗ് ബെഞ്ചിലേക്ക് വേണം. ഒരു 20 ഡേയ്സ് ക്രാഫ്റ്റിംഗ് ബെഞ്ചിലേക്ക് വേണം. അയ്യോ എല്ലാം വീണത് അപ്പുറത്തേക്കാണ് ഗൈസ്. അയ്യോ ബണ്ണി ഫുഡ് എടുക്ക്. ലാസ്റ്റത്തെയാണ്. കഴിഞ്ഞു. നമുക്ക് ഫസ്റ്റ് ഗണ്ണ് സേവ് ചെയ്യാൻ പോവാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഗണ്ണ് സേവ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോയില്ല. കാരണം നമ്മൾക്ക് കുറച്ച് ഇതാണ്. ഈ വീഡിയോയിൽ നമുക്ക് മാക്സിമം ഫസ്റ്റ് ഗണ്ണ് സേവ് ചെയ്യാൻ നോക്കാം. സാപ്ലിങ് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് സാപ്ലിങ് ചെയ്യാം. രാത്രിയായിട്ടാണ് ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് സീനില്ല. പക്ഷേ ഫുഡൊക്കെ കൊണ്ടുപോയിടണം. കാരണം നമ്മൾ ഫുഡ് ഇട്ടില്ലെങ്കിൽ പണി പാടും. ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് സീനില്ല ഗൈസ്. ടോർച്ച് എടുത്തിട്ട് അങ്ങോട്ട് കണ്ണിലോട്ട് അടിച്ചാൽ മതി. ഡിയർ ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര ഭാവമായിരിക്കും. രണ്ടാമത്തെ ദിവസം സ്വഭാവം ഓർക്കും. എനിക്കൊന്നും ലെവൽ 4 5 ഒന്നുമല്ല. ലിറ്ററലി ലൈക്ക് ലെവൽ 2 or 3 ഒക്കെ ക്യാമ്പ് ഫയർ ആക്കിയാലേ നമുക്ക് മറ്റേ ആ ഫസ്റ്റ് കിഡിൻ്റെ സ്ഥലം അൺലോക്ക് ആവുള്ളൂ എന്ന് തോന്നുന്നു. ഒരു ഡ്രീം കൂടി കട്ട് ചെയ്യണം. ഈ പൊട്ടാക്സ് കൊണ്ട് കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരു സ്ട്രോങ് ആക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതുകൊണ്ട് സീനായിരുന്നു. ഇത് അടിച്ചിടാൻ കുറച്ച് പാടാണ്. എടാ എൻ്റെ പണി ഫുട്ടാ പണി പാളി.
വണ്ണി ഫുട്ട് ഞാനിവിടെ അല്ല അതേ കിടക്കണം, അവിടെ വണ്ണി ഫുട്ട് കിടപ്പുണ്ട്. സിംഗിൾ പ്ലെയർ തന്നെ ഭയങ്കര പാടാണ് കഴിച്ചത് കളിക്കാൻ. നമ്മൾ ഓൾറെഡി ലെവൽ 3 ആണ്, നമ്മൾ സീനാണ്. അപ്പോൾ കുറച്ച് ക്രാഫ്റ്റ്മെൻറ്റിലേക്ക് ഒരു 20 ബെഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡേ ഇൻക്രീസ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ക്യാമ്പ് ഫയർ ലെവൽ 3 എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ 3 elves അപ്പിയേർഡ് അറൗണ്ട് ദ മാപ്പ്. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പിയേർഡ് ആയിട്ടെന്ന് കാണിക്കുന്നുണ്ട്. അതൊക്കെ ബെൽ ട്രേഡർ വന്ന് ഗുഡ്സാക്കിന് വേണ്ടിയാണ് പൈസ കിട്ടും. എടാ ബെൽ ട്രേഡർ നാളെ അറ്റാക്ക് ഉണ്ടാവും എന്താ? അല്ല നാളെ മറ്റന്നാൾ അറ്റാക്ക് ഉണ്ടാവും. നമുക്ക് ഗുഡ്സാക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇത് 15 സ്റ്റോർ ചെയ്യാം. 15 വുഡാക്കിയിട്ട് നമുക്ക് നേരെ ക്രാഫ്റ്റ്മെൻറ്റിലേക്ക് ഇടാം. ഇത് കുറച്ച് നേരം പിടിക്കും ഗൈസ്. ഇത് കുറച്ചല്ലേ ഗൈസ്. അവിടെ ക്രിസ്മസ് പ്രസൻറ്റ്. എടാ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ മതിയായിരുന്നു. ഈ തെന്നി വീഴ്ച അടിച്ച് ഓപ്പൺ ചെയ്യും. ബാൻഡേജ് നമ്മൾ അത്ര ഉള്ളൂ എങ്കിലും ഞാൻ മാത്രം കളിക്കുന്നുള്ളൂ ഗൈസ്. ഇത് ബാൻഡേജ് എന്തിനാണ്? ഞാൻ ചത്താലും ആരും ഇല്ല എന്നെ സേവ് ചെയ്യാൻ. പക്ഷേ വേറെ വല്ല ആരെങ്കിലും കളിക്കാനായിരുന്നെങ്കിൽ ഇപ്പോൾ ബാൻഡേജിന് ഉപകാരം എങ്ങാനും ഉണ്ടായേന്. നമുക്ക് 15 ട്രീസ് അല്ലേ ഉള്ളത്, സെറ്റാക്കാം നമുക്ക്. എടാ നമുക്ക് പോണ വഴിക്ക് വല്ല ഇത് കിട്ടിയാൽ മതിയായിരുന്നു, കോൾ പോലത്തെ എന്തെങ്കിലും. ഇത് ഭാരം ഉണ്ടാവും ഗൈസ്. ഇങ്ങനെ ഫ്യൂൾ കാനിസ്റ്റർ. ഇവിടെ എന്തോ സാധനമുണ്ട്, ഇത് അൺകവർ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ട്രഷർ ഉണ്ടാവണം ഗൈസ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെൻ്റെ മെയിൻ ഗോൾ സ്പിയർ കിട്ടാനാണ്. സ്പിയർ സീൻ സാധനമാണ്. കഴിഞ്ഞോട്ട് ഞാൻ ലിറ്ററലി കളിക്കുന്ന സമയത്ത് എനിക്ക് സ്പിയർ കിട്ടിയിട്ടുണ്ടായി. പക്ഷെ ഭയങ്കര ഉപകാരമുണ്ട് ഗൈസ്. ഇത് ലിറ്ററലി കൾട്ടിസിനൊക്കെ പുല്ല് പോലെ. ഫസ്റ്റ് കിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് തേക്കണ്ട. അവിടെ അവിടെ ഫസ്റ്റ് കിട്ട് ഓൾറെഡി ഉണ്ട്. നമ്മൾ കുറച്ച് സീനാവണം. പന്ത്രണ്ടെണ്ണമായി ഗൈസ്. 2 മെറ്റൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. സ്റ്റോർ ചെയ്യുക, കുഴപ്പമില്ല ഗൈസ്. ഓക്കെ സ്റ്റോർ. എടാ ഇപ്പം തന്നെ ഞാൻ വോൾഫിനായിട്ട് മുട്ടാൻ പോയി ചാവും, ഉറപ്പായിട്ടും ചാവും. ലിറ്ററലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇരിക്കണ ആക്സ് ഉണ്ട്, അടിപൊളി സാധനം. ഉണ്ടംവരി വുൾപ്പറ്റല്ലേ. നാളെ പോവാണ്ടിരുന്നാൽ മതിയായിരുന്നു. പോലെ നാളെ പോലെ. എടാ ഇപ്പം നമ്മൾ ഫയർ ചെയ്തു. കിട്ടിയ ഫുഡൊക്കെ ഞാൻ അടുത്ത് ഇതിലേക്ക് ഇട്ട്. ശേ നമുക്കൊരു 4 ഇട്ടുണ്ട് കഴിഞ്ഞ. അതുപോലെയുള്ള ഞാൻ 2.5 ഇട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സംവെയർ ഡീപ്പ് ഇൻ ദ ഫോറസ്റ്റ് ഇത് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. അവിടെ എനിക്ക് നാളെ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം നന്നായിട്ട്. എന്നിട്ട് ഇവിടെ കാണുന്ന നല്ല സാധനങ്ങളെല്ലാം എടുക്കാം. അതായത് നല്ല സാധനങ്ങളാണ്. സ്പിയറാ, റൈഫിലാ, പിസ്റ്റല, എന്തെങ്കിലുമൊക്കെ എടുക്കാം. ഈ പാട്ട കണ്ണു വെച്ച് അവർ കൊല്ലാൻ പറ്റൂലെന്ന് ഉറപ്പാണ്. ഇത് കണ്ട ഗണ്ണല്ല, സോറി, കൊള്ളുപോലത്തെ ആക്സും ഉണ്ട്. ഭയങ്കര ബോർ ആക്സാണ്. ബണ്ണി ട്രാപ്പാ, അയ്യേ പൊളിക്കാൻ. പിന്നെ ഇതൊരു സാധനം നല്ലതാണെന്നാണ് തോന്നുന്നത്. ഇൻഫിനിറ്റ് യൂസാണ് ഗൈസ് ഇത്. അത് ഇൻഫിനിറ്റ് അല്ല വെറുതെ എനിക്കിപ്പോൾ ഓർമ്മ. ഞാൻ ഒരു ദിവസം കളിച്ചിട്ട് ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് അത്രയും ഫുഡ് കൊണ്ടുപോയി കൊടുത്തിട്ട് ചമ്മി. അല്ലാതെ ഒരു ഭാരം ഉണ്ടായില്ല. വെയിറ്റ്. ഇന്ന് ഡേ 2 അല്ലേ? ഡേ 2
ഇവർ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചേച്ചി തുറന്ന് നോക്കാം. കോള് ഉപകാരമുണ്ട് ഉപകാരമില്ലാത്തതല്ല. അത് രാവിലെ ഇല്ല. അപ്പം നമുക്കൊന്ന് പുറത്തേക്ക് കറങ്ങാൻ പോയിട്ട് വരാം. ഇത് മിക്കവാറും ലെവൽ ഇത്രയുള്ളൂ പ്രോഗ്രസ്. നമുക്കൊന്ന് ഓടാം ഗൈസ് എങ്ങോട്ടെങ്കിലും. ഡേ 3 ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പ്രീവിയസ് ഇത്രയും ആയിട്ടുണ്ട്. ഇതിൻ്റെ ഗൈസ് ഇവിടെ ഒരു എൽഫ് നിൽക്കണം. ഇതാണല്ലേ 3 എൽഫ് കമ്മറോന്ത് മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്താ ചെയ്യണ്ട? ഇയാളെ വെട്ടിക്കൊല്ലണം. പിന്നെ എടാ നല്ലത് എന്തെങ്കിലും താടാ. ഒരു സ്പിയർ തന്നെയാണെങ്കിൽ എന്ത് ഉപകാരമായിരിക്കും. കുഴപ്പമില്ല, കോള് കിട്ടിയിട്ടുണ്ട്. കോള് ഉപകാരമുള്ള സാധനമാണ്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം കോള് അടിപൊളി സാധനമാണ്. മാപ്പ് ഇത്രേ ഉള്ളൂ, അതിനപ്പുറം കൂട്ടി. ചേടാ എനിക്കെന്നാലും ഒന്ന് സ്പിയർ കിട്ടിയത് അവിടെ വെച്ചായിരുന്നു. ഒന്ന് സ്പ്രിൻ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അയ്യോ ഗൈസ്, ഒരു വോൾഫ് ഓടിച്ചു. ഓ യു ആർ ഹംഗ്രി. ചത്ത്. പക്ഷെ ഫ്യൂവൽ ക്യാൻസർ ഉണ്ടോ ഗൈസ്? ഞാൻ എന്ന് പറഞ്ഞത് വേ ബെറ്റർ ആയിട്ടുണ്ട് ലൈഫ്. ഇവിടെ ഞാനില്ല മച്ചാനെ, ഞാൻ പോണേ. ഇവിടെ ഗ്രാബ് ചെയ്യാൻ പറ്റാതെ. ഗൈസ് ഇത് ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ ഇപ്പം ചത്തുപോകും ഗൈസ്. അങ്കർ കാരണം ചത്തുപോണ ആളെ കണ്ടിട്ടുണ്ടോ? അപ്പം നിങ്ങൾ കാണാൻ പോകുകയാണ്. പുറത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് എവിടെയും പോവാത്ത ഇന്നെ. ഗൈസ് ബെറി ഈറ്റ്. അയ്യോ ഇപ്പോൾ പിടിച്ചതിനെ തന്നെ വായിൽ പോയി നിന്നിട്ട്. അവിടെയാണ് കിട്ടുള്ളത്. ഇത്രയും അടുത്ത് കിട്ടുകയാണ്. അതിന് മുമ്പ് എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്, കോളുപകാരമുള്ള സാധനം. എനിക്കൊരു ഫയർ ഇത് കിട്ടിയിട്ടുണ്ട്. സീന അയ്യേ ഇത്രയും ഉണ്ടായുള്ളൂ ഇന്നത്തെ നൈറ്റ്. ബോറിംഗ് നൈറ്റ് ആണ്. ബോറിംഗ് നൈറ്റ് അൾട്രാ ബോറിംഗ് നൈറ്റ്. ആ കോളെടുത്ത് അങ്ങോട്ടൊക്കെ ഇട്ടേക്കാം. മാപ്പ് എക്സ്പാൻഡ് ആയി. അൺസ്റ്റോർ ഇത് രണ്ടെടുത്തിട്ട് ഇതിലേക്ക് ഇടാം. നാളെ അറ്റാക്ക് ഉണ്ട് അല്ലേ? അയ്യോ ഇതിലേക്ക് തീയിലേക്ക് ഇടാൻ പോണോ? ഉണ്ടെങ്കിൽ ലിറ്ററലി എന്ന് പറഞ്ഞാൽ ഈ ബബിള് നമുക്ക് ഓടിക്കാം. നാളെ അറ്റാക്ക് ഉണ്ട്. നാളത്തെ അറ്റാക്കും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ ഇത് ചെയ്യാം, വീഡിയോ എൻഡ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് റേഞ്ച് അപ്ഗ്രേഡ് ചെയ്യാം. ലിറ്ററലി അതൊരു ബുദ്ധിയുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ നമുക്കൊരു ബെഡ് കിട്ടൂലേ? അത് ബുദ്ധിയാണ്. അത് മതി. വേഗം ഓട്ടെ. മരമൊക്കെ കുടിക്കാൻ എന്തൊരു നേരം വേണടി. ടാക്സ് വെച്ച് ഓക്കെ. നമുക്ക് ഒരെണ്ണം മാത്രം തീയിലേക്ക് ഇടാൻ വലിയ ഉപകാരമൊന്നുമില്ല. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ബെഞ്ച് അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഈ സാധനം അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട്
ഈ റെഗുലർ ബ്രെഡ് അങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ട് ഇന്ന് ഫുഡ് കഴിക്കാം ഗൈസ്, മുഴുവനും ഫുഡ് അടിച്ച് കയറ്റാം. ഗൈസ് ആ നേരെ കാണുന്ന സ്ഥലം അടിപൊളിയാണ് കേട്ടോ. അവിടെ നിന്ന് എനിക്ക് സ്പിയർ കിട്ടിയാന്ന് തോന്നുന്നത്. പിടിക്കല്ലേ. ആ ഇന്ന് അയ്യേ ഇതാണ്ടാകി. ഓ എന്ത് ട്രാഷാണ് ഇതൊക്കെ. ആ ഞാൻ തിന്നണം വെയിറ്റ് ചെയ്യും. അറ്റാക്ക് ഉണ്ട് കഴിച്ചത്, അത് ഭയങ്കര സീനാണ്. പിന്നെ ഫുഡില്ലാതെ നല്ല പണിയാവും. ഞാൻ മാക്സിമം ഫുഡ് വേണം, കാരണം നമ്മൾ സ്പ്രിൻ്റ് ഇട്ടിട്ട് ഓടും ഗൈസ്. സ്പ്രിൻ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര സ്ലോ ആണ്. ഞാൻ ഇതിന് കുറേ വട്ടം അസാസിനാ കൾട്ടിസ്റ്റിനായിട്ട് ഫൈറ്റ് ആയിട്ടുണ്ട്. നമുക്കില്ലേ ഒരു വെജിറ്റേറിയൻ മാറ്റിയിട്ട് ഒരു നോൺ വെജിറ്റേറിയന് ഈ റാബിനെ അങ്ങോട്ട് കൊല്ലാം. ചാവടയൊക്കെ ചാവട സ്റ്റോർ ചെയ്യുക, കാരണം കുക്ക് ചെയ്യാതെ നല്ല ലൈഫ് കുറച്ചാണ്. The night is approaching our eye guys. ഒരു റാബിറ്റും കൂടി കട്ട് ചെയ്താൽ മതി ഹെൽത്തിന്, കാരണം എനിക്ക് ആ റാബിറ്റിൽ നിന്ന് ഒരു കഷ്ണമേ കിട്ടിയുള്ളൂ. 2 കഷ്ണമെങ്ങാനും വേണ്ടി വരും. പക്ഷേ ആവശ്യമുള്ള സമയത്ത് ബണ്ണി ഫുഡൊക്കെ തരും വരും. ആവശ്യമുള്ള സമയത്ത് ഒന്നിൻ്റെ ബണ്ണി ഫുഡ് തരില്ല. അവിടെ ഈ സ്പ്രിൻ്റ് ഇടാതെ എന്താ സ്ലോ ആണ് ഈ ക്യാരക്ടർ. ഇത് സ്റ്റോർ ചെയ്യും. ഒരു റാബിറ്റിനെ കൂടി കൊല്ലാം നമുക്ക്. ചാവല് ഓർഡറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. കുറച്ച് കൂടുതൽ ഫുഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതെന്താ സൗണ്ട്? നമുക്കപ്പോൾ അത് ഗെയിമിൻ്റെ സൗണ്ടാണോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വന്ന സൗണ്ടാണോ എനിക്കറിഞ്ഞൂടാ എന്ന് നമുക്ക് പറയാം. കാരണം അതെന്ത് സെൻസഡ്. അതെ ഒരു ഫാൻ കിട്ടിയിട്ടുണ്ടായില്ലേ. നമുക്ക് സൺഡേയിൽ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അല്ലേ? കറക്റ്റ് ആൻസറുണ്ട്. സൺഡേയിൽ ബ്ലൂ പ്രിൻ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 3 2 1 ചത്ത് തിന്നട ഇവിടെയുള്ള സാധനങ്ങൾക്ക് തിന്നിട്ടുണ്ട്. ഇവർ നമ്മളീ പിക്ചറൊക്കെ കാണിക്കും. ഇത് മാറ്റുമ്പോൾ തന്നെ അത് വന്ന് നമ്മളെ പിടിക്കും. ഇത് എന്തൊരു സൗണ്ടാണ്. നിങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. അയ്യോ ഡിയർ വന്ന് ഡിയറിൻ്റെ പ്രജകളാവാൻ വിട്ടിട്ടുണ്ട്. പാവപ്പെട്ടവന്മാരെ ഞാൻ ആദ്യം തന്നെ ഫൈറ്റ് ചെയ്യുന്ന കൂടി 2 പേരുള്ളൂ. അത് ഈസിയാണല്ലോ. നമുക്ക് ഇവന്മാരെ കൊല്ലാനുള്ള ടെക്നിക്ക് പറഞ്ഞില്ല. ഇവർ നമ്മൾ ലൈഫ് കുറച്ചാൽ ചത്ത് ഓടിക്കോ. സ്പ്രിൻ്റ് കുറച്ച് ലൈഫ് കൂടണ വരെ എങ്ങനെ ഇവരെ ചുറ്റും ഓട്ടിച്ചോ. നമുക്ക് ഇവരെക്കാട്ട് സ്പീഡുണ്ട്. അപ്പോൾ ഈ ലെവൽ 1 അത്രയും നടക്കുള്ളൂ കേട്ടോ. ലെവൽ 2 തന്നെ കളിറ്റേഷന് ഒരു ആരോഗ്യമായി ഉണ്ടാവും. ഒരു ഭയങ്കര സീനാണ്. അപ്പോൾ ഇവിടെ ഇവർ തീ കൊണ്ടാ ചാവൂല. തീ കൊണ്ടിട്ടുള്ള ചാവണ പരിപാടി ഉണ്ടെങ്കിൽ സീനായിരുന്നു. പിന്നെ ലൈഫ് പ്രെറ്റി മച്ച് ഫുള്ളാവാറായി. പക്ഷേ ഞാൻ പെർഫെക്റ്റ്ലി ഫുള്ളായാലും ഇതാ ഫൈറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ തന്നെ രാവിലെ ആവും ഗൈസ്. ചത്ത് ഞാൻ ചത്തിട്ടില്ല. യെസ് കോയിൻ സ്റ്റാക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. കളക്ടേഴ്സിന് നമ്മളിതിലിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈസിയാണ് ഗൈസ്. ഒരു മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാനായിരുന്നെങ്കിൽ ഇതൊക്കെ പുല്ലുപോലെ നമ്മൾ തീർത്തേനെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്താൽ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ. നിങ്ങൾ റോബ്ലോക്സ് നല്ല ഗെയിംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, നമുക്ക് സെറ്റാക്കാം. 99 നൈറ്റ്സും
സ്റ്റീരിയോ ബ്രെയിനോട്ടൊക്കെ എൻ്റെ തലയിൽ വരുന്നുള്ളൂ. വേറെ ഇൻട്രസ്റ്റിംഗ് ഗെയിംസിനെ കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് സീനാക്കാം. അപ്പോൾ